വേണ്ടുന്നതാണ് കൈവശം മിസ്വാക്ക്, അതുകൊണ്ട് പല്ല് നീ തേക്കലും പതിവാക്ക്. കഫക്കെട്ട് നീങ്ങാൻ എപ്പോഴും അത് നല്ലതാ, അതുപോലെ കണ്ണിന് കാഴ്ചയും കൂട്ടുന്നതാ. വളയാതെ മുതുകും നീണ്ടു തന്നിരിക്കുന്നതാ, അതിവേഗമിൽ നരയും വരാതിരിക്കുന്നതാ. ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ, ഇത് ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ. പല്ലിൻ്റെ വേദന നീങ്ങുവാനും നല്ലതാ, സംസാരമെല്ലാം വ്യക്തമായി തിരിയുന്നതാ. അതുമാത്രമല്ലിത് കുഷ്ഠരോഗം കാക്കുമേ, കുടലെപ്പോഴും ഇത് കൊണ്ട് ശുദ്ധി ലഭിക്കുമേ. മിസ്വാക്ക് ചെയ്ത് നമസ്കരിക്കൽ വേണ്ടതാ, 27 അധികം ഫലം അതിനുള്ളതാ. അംലാക്ക് കണ്ടാൽ ഹസ്തദാനം ചെയ്യുമേ, മുഖവും പ്രസന്നതയാൽ ശരിക്കു തിളങ്ങുമേ. മൗത്തിൻ്റെ വേദന ലളിതമായി തീരുന്നതാ, സമയം ഷഹാദത്തോർക്കുവാനുതകുന്നതാ. ഖബറിൽ വിശാലതയും ലഭിക്കാൻ നല്ലതാ, സന്തോഷമായി മരിക്കുന്നതിനുതകുന്നതാ. ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ പെരുത്തുണ്ട്, അത് 70-ൽ പുറമുള്ളതായി കണക്കുണ്ട്. മൗത്തെന്ന രോഗമൊഴിച്ച് സകലതിനും ഇത് പറ്റുന്നതാണെന്ന ഹദീസിൽ വന്നത്. ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, ഉറങ്ങിക്കഴിഞ്ഞെഴുന്നേറ്റ് വീണ്ടും തേക്ക്. ദാഹിച്ച നേരം ചെയ്യടോ മിസ്വാക്ക്, ഉച്ചയ്ക്ക് ശേഷം സ്വാഇമി ഒഴിവാക്ക്. നിനക്കുള്ള വായു ദുർഗന്ധമായാൽ പിന്നെ മിസ്വാക്ക് ചെയ്യൽ വേണ്ടതാണ് ഉടൻ തന്നെ. അന്യർക്ക് സഹ്യം ഇല്ല എന്നാൽ സുന്ന, അല്ലാത്ത പക്ഷം വാജിബായി വരുമെന്നാ. തേക്കുന്ന ബ്രഷിന് പരുപരുപ്പം വേണ്ടതാ, അതിനമിത നീളം വേണ്ട മക്റൂഹുള്ളതാ. ഒരു ചാണിലധികം വേണ്ട എന്നാ ബൈല, അന്യൻ്റെതായാൽ അത് ഖിലാഫുൽ ഔലാ. ബറക്കത്ത് കരുതി തേച്ച് എന്നാൽ പിന്നെ മെപിടി ഖിലാഫുൽ ഔലയും ലാ തന്നെ. കാര്യം ഇതെല്ലാം ഇങ്ങനെ പിന്നൊന്ന, അവനിഷ്ടമില്ലെങ്കിൽ ഹറാമാണെന്ന. മിസ്വാക്ക് ചെയ്താൽ കരുതണം ഇത് സുന്ന, അല്ലാതിരുന്നാൽ കൂലിയില്ലതിനെന്ന. ഇവയൊക്കെ മിസ്ബാഹുൽ ദലാമിൽ ഉള്ളതാ, 76-ാം പേജ് അതിൽ കാണുന്നതാ. പല്ലിൻ്റെ ബലവും കാഴ്ചയും കണ്ണിന്നുതാ, നിനക്കുള്ള പാതയിൽ തന്നിതും ചലിപ്പിച്ചുതാ. ഗുണമെന്ന മേഘം നിത്യവും ചൊരിപ്പിക്കണേ, നബിയിൽ ഇലാഹി ആരിലും വർഷിക്കണേ.